ശക്തിയുടെ അഹങ്കാരത്തിൽ പ്രകൃതിയെ തന്നെ വെല്ലുവിളിച്ച ഒരു അസുരനായിരുന്നു അരുണാസുരൻ. ബ്രഹ്മാവിനെ കഠിനമായ തപസ് ചെയ്ത് അവൻ നേടിയ വരം വിചിത്രമായിരുന്നു. 2 കാലുള്ള മനുഷ്യരോ പക്ഷികളോ 4 കാലുള്ള മൃഗങ്ങളോ എന്നെ കൊല്ലാൻ പാടില്ല. മരണത്തെ ജയിച്ചെന്ന അഹങ്കാരത്തിൽ അവൻ ത്രിലോകങ്ങളും കീഴടക്കാൻ തുടങ്ങി. അവന്റെ ക്രൂരതയിൽ സ്വർഗലോകം പിടിച്ചടക്കപ്പെട്ടു. കൈലാസവും വൈകുണ്ഠവും പോലും ആ അസുര ശക്തിക്ക് മുന്നിൽ നിസ്സഹായമായി. ഭയന്നു വിറച്ച ദേവന്മാർ ഒടുവിൽ ആദിപരാശക്തിയായ ദേവിയെ ശരണം പ്രാപിച്ചു. അമ്മേ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന ആ നിലവിളി പ്രപഞ്ചം മുഴുവൻ മുഴങ്ങി. ഭക്തരുടെ ആ വിളി കേട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ കയ്യിൽ വാളോ ശൂലമോ ഉണ്ടായിരുന്നില്ല. പകരം സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ദേവിയുടെ ശരീരത്തിൽ നിന്ന് കോടിക്കണക്കിന് തേനീച്ചകൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. പ്രകൃതി തന്നെ ഒരു രൂപം എടുത്തതുപോലെ. ഭ്രമരാംബിക ദേവി. ആകാശം മുഴുവൻ തേനീച്ചകളെ കൊണ്ട് നിറഞ്ഞു. സൂര്യപ്രകാശം പോലും മറയ്ക്കപ്പെട്ടു. ഒരു കൊടുങ്കാറ്റ് പോലെ ആ തേനീച്ചകൾ അസുര സൈന്യത്തിന് നേരെ പാഞ്ഞു. അരുണാസുരൻ സ്തബ്ധനായി. വമ്പൻ ആയുധങ്ങൾക്കോ മായാജാലങ്ങൾക്കോ ആ തേനീച്ചകളെ തടുക്കാൻ കഴിഞ്ഞില്ല. അരുണാസുരന്റെ വരം അവിടെ ഫലിച്ചില്ല. കാരണം തേനീച്ചകൾക്ക് 6 കാലുകളാണ്. അവ ഷഡ്പദങ്ങളാണ്. 2ഉം 4ഉം കാലുകളുള്ളവർക്ക് മാത്രമേ അവനെ കൊല്ലാൻ കഴിയില്ലായിരുന്നുള്ളൂ എന്ന വരത്തെ ദേവി മറികടന്നു. നിമിഷ നേരം കൊണ്ട് ഭ്രമരങ്ങൾ അവനെ ഇല്ലാതാക്കി. പ്രകൃതിയിലെ ഏറ്റവും ചെറിയ ജീവികൾക്ക് പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഭ്രമരാംബിക ദേവി ഇതിലൂടെ തെളിയിച്ചു.